ഈ IBS മൂലം അവർക്ക് പലർക്കും നോക്കുമ്പോൾ ഇന്ന് ഒന്നാമത് മെയിനായിട്ട് ഗട്ട് ഹെൽത്തിനുള്ള പ്രോബ്ലം, അതായത് ശരിയായ തോതിൽ അവിടെയുള്ള ENS പ്രവർത്തിക്കില്ല. എന്താണ് ENS? എൻട്രിക് നെർവസ് സിസ്റ്റം. നമ്മുടെ ഗട്ട് ഹെൽത്ത് സെക്കൻഡ് ബ്രെയിൻ ആണ്. ഫസ്റ്റ് ബ്രെയിൻ ഇവിടെയുണ്ട്, അത് സെൻട്രൽ. സെക്കൻഡ് ബ്രെയിൻ നമ്മുടെ ഗട്ട് ഹെൽത്ത് ആണ്. ആ ഗട്ട് ഹെൽത്തിലുള്ള എൻട്രിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ENS ഈ IBS മൂലം പ്രവർത്തനശേഷി കുറയുമ്പോൾ അവർക്ക് വയറിളക്കം, കോൺസ്റ്റിപ്പേഷൻ, അത് മാത്രമല്ല ബ്ലോട്ടിംഗ്, വയറ് വീർത്ത് വരല്, പിന്നെ അത് മാത്രമല്ല എപ്പോൾ നോക്കിയാലും നെഞ്ചരിച്ച്, ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾക്കെല്ലാം വേ പ്രോട്ടീൻ പ്രധാനമായിട്ട് കാരണമുണ്ട്. അത് നമ്മൾ ശരിയായ തോതിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വളരെ ഈസി ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. സോ അത് മാത്രമല്ല, ഈ IBS മാത്രമല്ല, ഇത് സോയ പ്രോട്ടീൻ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഈ സോയ പ്രോട്ടീൻ പലർക്കും സോയ അലർജി ഉണ്ടാക്കുന്നുണ്ട്. സോ അതുകൂടാതെ പീ പ്രോട്ടീൻ, കടലിൽ നിന്ന് എടുക്കുന്ന അതിന്റെ പ്രോട്ടീൻ. സോ ഇതെല്ലാം ശരിയായ തോതിൽ നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഇനിയൊരു കാര്യം, ഈ ഒരു വേ പ്രോട്ടീൻ ആവട്ടെ, ഇന്ന് മാർക്കറ്റിൽ നമ്മുടെ കോമ്പറ്റേറ്റർ ഫെർമെന്റഡ് ഈസ്റ്റ് പ്രോട്ടീന്റെ മെയിൻ കോമ്പറ്റേറ്റർ എന്ന് പറഞ്ഞാൽ വേ പ്രോട്ടീൻ ആണ്. സോ വേ പ്രോട്ടീന്റെ ഇത് നമ്മൾ ശരിയായ തോതിൽ പറഞ്ഞു കൊടുക്കുക. എന്താണ് ഫെർമെന്റഡ് ഈസ്റ്റ് പ്രോട്ടീന്റെ സവിശേഷത ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്? ഇന്ന് നമുക്ക് മെയിനായിട്ട് നോക്കുമ്പോൾ